ആദ്യമായിട്ടാട്ടോ ഞായറാഴ്ച ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്. വേറെ ഒന്നല്ല, ഇന്ന് കല്യാണമുണ്ട്. കൊടുങ്ങല്ലൂർ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ താലിയായിട്ട് അമ്പലത്തിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുകയും ചെയ്യും, താലിയായിട്ട് കാണുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോകുന്നത്. ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ 7 മണിക്കാണ് എഴുന്നേൽക്കാറ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ മഞ്ഞൊക്കെ ഇതൊക്കെ വളരെ കുറവാണ്. അമ്മ എപ്പോഴും പറയാറുണ്ട് അടുക്കളയുടെ ആ വർക്ക് ഏരിയ വരെ നല്ലപോലെ മഞ്ഞുണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഭയങ്കര കുറവാട്ടോ. അത് തന്നെ പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ കുളിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടോ. വണ്ടിയിലാട്ടോ വീട്ടിൽ നിന്ന് പാലക്കിൽ വരെ പോയി. പിന്നെ അവിടുന്ന് ബസ്സിനാട്ടോ പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. കാരണം ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വലം വെച്ച് വന്നപ്പോഴത്തേനും പിന്നെ നമ്മൾ ബന്ധുക്കളൊക്കെ കണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് ആരോ അവിടെ വരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കയറാൻ പറ്റി, ഞങ്ങൾക്ക് കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അമ്മയുടെ മാമനായിട്ട് വരും. എനിക്കിത് അച്ചാച്ചനായിട്ടാട്ടോ വരിക. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആൾക്ക് ഒരു പെണ്ണ് കിട്ടുന്നത് തന്നെ. ഇത് ലവ് മാരേജ് ആണ്, ചേച്ചി സെക്കൻഡ് മാരേജ് ആട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആൾ കുറേ നാൾ പെണ്ണ് കണ്ടിട്ട് കിട്ടിയതാണ് കേട്ടോ. അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആൾക്ക് അത്യാവശ്യം ഏജ്ഡും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നൊരു കല്യാണമായിരുന്നു അത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കല്യാണം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ഓഡിറ്റോറിയം കുറച്ച് പോകണം കേട്ടോ ഓഡിറ്റോറിയത്തിലോട്ട്. അപ്പം ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ മേമയും ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മേമൊക്കെ വന്നതിന് ശേഷം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശപ്പിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. കുറേ വീഡിയോസുകളൊക്കെ എടുക്കാണ്ട് അതൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും മറക്കും വീഡിയോ എടുക്കാൻ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ എപ്പോഴും മറക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നും ഇതിൽ മുക്കാൽ വീഡിയോസ് ഇല്ല, ക്ഷമിക്ക്, സോറി. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ആഡിൻ്റെ ഷൂട്ട്